സമർഖണ്ഡിലെത്തി നേരെ അവരുടെ വീട്ടിൽ ചെന്ന് അവർക്ക് വലിയൊരു വീടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു, ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, പ്രായമായ ഇവരുണ്ടായിരുന്നു, ചെറുപ്പക്കാരുണ്ടായിരുന്നു, സ്ത്രീകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരെല്ലാം വളരെ ലിബറലും വളരെ ഓപ്പണാണ്. മുസ്ലിംസ് ആണെങ്കിലും വളരെ ലിബറൽ മുസ്ലിംസ് ആയിരുന്നു അവിടെ. അവരെല്ലാം എന്നെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവർ അടുത്ത ദിവസം എന്നെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോവുകയും എല്ലാം ചെയ്തു. അവിടെയും എനിക്ക് രസകരം എന്ന് തോന്നിയ ഒരു അനുഭവം, അവരുടെ മറ്റൊരു ഫ്രണ്ട് റഷ്യൻ, ജോർജിയയിൽ നിന്നും വന്ന ആളാണ്. പക്ഷെ പുള്ളി റഷ്യൻ മാത്രം സംസാരിക്കുന്ന ആളായിരുന്നു. പുള്ളി അന്ന് ഡിന്നറിന് അവരുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പുള്ളി റഷ്യനിൽ സംസാരിക്കും. ഉസ്ബെക്സ് അവർ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നുകൊണ്ട് അവർക്കെല്ലാവർക്കും റഷ്യൻ ഭാഷ അറിയാം. അപ്പോൾ പുള്ളി റഷ്യൻ ഭാഷയിൽ ഈ ഞാൻ ചൈനയിൽ നിന്നും വന്ന ഷിൻജിയാങ്കാരൻ്റെ കസിനോട് റഷ്യനിൽ സംസാരിക്കും. ഈ ചൈനക്കാരനും റഷ്യൻ അറിയില്ല. എന്നിട്ട് ആ കസിൻ ഉസ്ബെക്ക് ഭാഷയിൽ പുള്ളിയുടെ ചൈനീസ് കസിനോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാര്യം പറയും. പിന്നെ ആ ചൈനീസുകാരൻ ചൈനീസ് ഭാഷയിൽ എന്നോട് എന്തെങ്കിലും പറയും. ഞാൻ പിന്നെ ഇത് ഞങ്ങൾ സംസാരിച്ചതൊക്കെ വലിയ രാഷ്ട്രീയമാണ്, സോവിയറ്റ് യൂണിയനെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും എല്ലാം സംസാരിച്ചിരുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു 4 ഭാഷകളുടെ തർജ്ജമയിലൂടെയാണ് എന്തെങ്കിലും കോൺവെർസേഷൻ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിനെ സഹായിക്കാനായിട്ട് അവർ തന്നെ പറഞ്ഞ 2 കാര്യം ഉണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ കയ്യിൽ ഒരു സ്മിർനോഫ് വോഡ്കയുടെ കുപ്പി ഞാൻ ചൈനയിൽ നിന്ന് എടുത്തിരുന്നു. അപ്പോൾ സ്മിർനോഫ് അമേരിക്കൻ കമ്പനിയാണ്. നമ്മളെല്ലാം സ്മിർനോഫ് വോഡ്ക കമ്പനിയെന്നേ അറിയുന്നുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ കമ്പനിയാണ്. റഷ്യൻ വോഡ്ക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കമ്പനികളാണ്. അപ്പോൾ അവരിത് കണ്ടപ്പോൾ തന്നെ ഇത് അമേരിക്കൻസ്കി വോഡ്കയാണല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത്. അവർക്ക് വളരെ റയറായിട്ട് കിട്ടുന്നതാണ് അമേരിക്കൻ വോഡ്ക ആ സമയത്ത്. പിന്നെ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മുടെ ചായയാണ്. ഇന്ത്യയിൽ നിന്നും ചായ ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയിൽ റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരുടെ വീട്ടിലെല്ലാം ചായയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ രാഷ്ട്രീയ കോൺവെർസേഷനിടയിൽ ധാരാളം ഇന്ത്യസ്കി ചായയും അമേരിക്കൻസ്കി വോഡ്കയും കുടിച്ചാണ് ഈ ഭാഷകളുടെ അതിരുകൾ മറികടന്നുകൊണ്ട് രാഷ്ട്രീയ ആശയസമ്പർക്കം നടത്താൻ സാധിച്ചത്. ഞാൻ ഏകദേശം 2 ദിവസം സമർഖണ്ഡിലുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ആ കുടുംബത്തോടൊപ്പം താമസിച്ചു. അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും ആവശ്യപ്പെട്ടില്ല. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും അവർ മേടിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു കംപ്ലീറ്റ്, ഞാൻ നേരത്തെ എൻ്റെ ഇന്ത്യയിലെ യാത്രകളെക്കുറിച്ച് പറഞ്ഞതുപോലെ കംപ്ലീറ്റായിട്ടും അന്യരായിട്ടുള്ളവർ, നേരത്തെ ഒരു പരിചയമില്ലാത്തവർ, അതിനുശേഷം കാണാനുള്ള സാധ്യതയും ഒട്ടും തന്നെ ഇല്ലാത്ത ആൾക്കാർ, നമ്മളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ വെറുതെ പുറമേ ഒരു രാജ്യത്തിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്നു. അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പറയുന്ന പോലെ അവർക്കും ഒരു അതിഥിയെ സ്വീകരിക്കണം, അദ്ദേഹത്തെ നന്നായി നോക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, താമസിക്കാനുള്ള സൗകര്യം നൽകണം, ഏതെല്ലാം വിധത്തിൽ സഹായിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തോടുകൂടി എനിക്ക് അതിമനോഹരമായ ഒരു സമർഖണ്ഡ് യാത്ര നടത്തുവാൻ സാധിച്ചു. ആ ട്രെയിനിൽ തുടങ്ങിയ, ട്രാൻസ് സൈബീരിയൻ എക്സ്പ്രസ്സിൽ തുടങ്ങിയ യാദർച്ഛികമായ ഒരു മീറ്റിങ്ങിൽ നിന്നും ആ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഇങ്ങനെ ചൈനയുടെ ഷിൻജിയാങ്ങിൽ നിന്നും വന്ന ഒരു ഉയ്ഗൂർ ആളിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ, പുള്ളിയുമായി സൗഹൃദം സ്ഥാപിച്ചതിൽ, അതിനുശേഷം പുള്ളിയുമായി റീകണക്ട് ചെയ്ത് സമർഖണ്ഡ് താമസിച്ച് പ്രത്യേകിച്ചും ഒരു ഉസ്ബെക്ക്, അത് ഞാൻ തിരിച്ച് എംബസിയിൽ ചെന്ന് താഷ്കണ്ടിലെ എൻ്റെ എംബസിയിലെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞപ്പോൾ അവർക്കാർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത കാര്യമായിരുന്നു എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഒരു ഉസ്ബെക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കുക, താമസിക്കുക, 1-2 ദിവസം അവരെ അടുത്തറിയുക, എന്നിട്ട് തിരിച്ചു വരിക. ഏറ്റവും അവസാനം താഷ്കണ്ടിൽ നിന്നും ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിയിലേക്ക് എത്തിയത്. ഈ നീണ്ട യാത്രയ്ക്ക് ശേഷം ആ ഫ്ലൈറ്റ് വളരെ ഹ്രസ്വമായിരുന്നു എന്ന് തോന്നി. യഥാർത്ഥത്തിൽ താഷ്കണ്ട് നമ്മൾ മാപ്പിൽ നോക്കിയാൽ അറിയാം, ഡൽഹിയിൽ നിന്നും അധികം ദൂരമില്ല. നമ്മുടെ ഇന്ത്യയുടെ ബോർഡേഴ്സ് കഴിഞ്ഞാൽ ചെറിയൊരു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞാൽ ഉടൻ നമ്മൾ സെൻട്രൽ ഏഷ്യയിലെത്തും. ഏകദേശം 2-2.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് യാത്രയിൽ തിരിച്ച് അവസാനം ഡൽഹിയിലെത്തി. ഈ മുഴുവൻ യാത്ര
എനിക്ക് ഒരു 3 ആഴ്ചയോളം എടുത്തു. ഞാനങ്ങനെ റഷ്യയും സെൻട്രൽ ഏഷ്യയും എനിക്ക് നന്നായിട്ട് കാണുവാൻ സാധിച്ചു. ചൈനയിലെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ പറയുവാൻ സാധിക്കും. അതിലൊന്ന് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ആ JNU കാലഘട്ടം തൊട്ട് ഒരടുത്ത സുഹൃത്തായി മാറിയിരുന്ന മുൻ CPM ജനറൽ സെക്രട്ടറി, ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, സീതാറാം യെച്ചൂരി സംബന്ധമായ കഥകളാണ്. സീതാറാം യെച്ചൂരി കേരളത്തിലും അറിയപ്പെടുന്ന വ്യക്തിയാണ്. പല പ്രാവശ്യം കേരളം, അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം കേരളം സന്ദർശിക്കുകയും ഈ അടുത്ത കാലത്ത് തന്നെ മരണത്തിന് മുമ്പ് വരെ പല പ്രാവശ്യം കേരളത്തിൽ വന്നിരുന്ന വ്യക്തിയായിരുന്നു. സീതാറാം യെച്ചൂരി ഞാൻ JNU വിട്ട ശേഷം, ഫോറിൻ സർവീസിൽ ചേർന്ന ശേഷം ആദ്യമായി കണ്ടത് ഒരു ഔദ്യോഗിക കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഡെലിഗേഷനുമായി ബീജിങ്ങിൽ വന്നപ്പോഴാണ്. അന്ന് ആ ഡെലിഗേഷൻ നയിച്ചത് ജ്യോതി ബാസുവാണ്. അപ്പോൾ ജ്യോതി ബാസുവും ഹർകിഷൻ സിംഗ് സുർജിത്തും സീതാറാം യെച്ചൂരിയും വേറെ 1-2 നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. കേരളത്തിൽ ആരും ഉണ്ടായതായിട്ട് ഞാനന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി ബീജിങ്ങിലേക്ക് വന്നു. ബീജിങ്ങിൽ വന്നപ്പോൾ എംബസിയിൽ നിന്നും ഞാൻ പ്രത്യേകിച്ചും സ്വയം വോളണ്ടിയർ ചെയ്ത് അവരെ റിസീവ് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകാമെന്ന് പറഞ്ഞ് എയർപോർട്ടിൽ വെച്ച് അവരെ ചെന്ന് കണ്ടു. ആ സമയത്ത് എനിക്കിപ്പോഴും വളരെ ഫ്രഷായിട്ടുള്ളൊരു ഓർമ്മ. ജ്യോതി ബാസു എന്നോട് സംസാരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ചോദിച്ചു. കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി, JNUവിൽ പഠിച്ചതാണെന്ന് മനസ്സിലാക്കി, സീതാറാം യെച്ചൂരിയെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു JNU കാലഘട്ടത്തിൽ നിന്നും. അപ്പോൾ പുള്ളി ഇങ്ങനെ യെച്ചൂരിയെ വിളിച്ചിട്ട് പറയാണ്, ലുക്ക് അറ്റ് ദിസ് യങ് മാൻ, ഈ ചെറുപ്പക്കാരനെ നോക്കൂ, അദ്ദേഹത്തിന് വേണമെങ്കിൽ നിങ്ങളെപ്പോലെ ഫോറിൻ സർവീസോ IAS ഏത് സിവിൽ സർവീസിൽ വേണമെങ്കിലും ചേരാമായിരുന്നു. അതിന് എല്ലാ യോഗ്യതയും മിടുക്കും ഉള്ള ഒരാളാണ്. പക്ഷെ മനഃപൂർവ്വം ഒരു ഫുൾ ടൈം പാർട്ടി വർക്കറാകാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം സഹകരിച്ച് വർക്ക് ചെയ്യുകയാണ്, പാർട്ടി സെൻറ്ററിൽ വർക്ക് ചെയ്യുകയാണ്, ഞങ്ങൾക്ക് വലിയൊരു അസറ്റാണ് എന്ന് സീതാറാം യെച്ചൂരിയെ എല്ലാവരുടെയും മുന്നിൽ, എൻ്റെ മുന്നിൽ പ്രശംസിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബീജിങ്ങിൽ 2 പ്രാവശ്യം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആദ്യം 86-ൽ സർവീസിൽ ചേർന്ന് ഹോങ്കോങ്ങിൽ നിന്ന് ചൈനീസ് ഭാഷ പഠിച്ച ശേഷം 1990 മുതൽ 93 വരെ. രണ്ടാമത് 99 മുതൽ 2002 വരെ. അപ്പോൾ ഈ കാലയളവിലെല്ലാം സീതാറാം യെച്ചൂരി പല പ്രാവശ്യം അവരുടെ പാർട്ടി ഡെലിഗേഷൻസും പാർട്ടി കാര്യങ്ങളുമായി ചൈന വിസിറ്റ് ചെയ്യുമായിരുന്നു. അദ്ദേഹം നോർത്ത് കൊറിയയിലേക്ക് ഇതുപോലെ പാർട്ടി ഡെലിഗേഷൻസായി പോകുമ്പോഴും ബീജിംഗ് വഴിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴെല്ലാം അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുവാനും അദ്ദേഹത്തോടൊപ്പം ആശയവിനിമയം നടത്തുവാനും എല്ലാം എനിക്ക് അവസരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നോർത്ത് കൊറിയയിൽ ഒരിക്കൽ സീതാറാം യെച്ചൂരി യാത്ര ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയം അദ്ദേഹം വളരെ രസകരമായ ഒരു കഥ പറഞ്ഞു. തലേ ദിവസം അദ്ദേഹം നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡറിനെ കണ്ടിരുന്നു. അപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ വാർത്തയെല്ലാം ടെലിവിഷനിൽ വലിയ രീതിയിൽ വന്നിരുന്നു. നോർത്ത് കൊറിയൻസ് എല്ലാവരും തന്നെ, അവിടെ ഒരു ഔദ്യോഗിക ചാനലേ ഉള്ളൂ, ഒരു ഔദ്യോഗിക ന്യൂസേ ഉള്ളൂ, ആൾക്കാർക്ക് കാണാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കണ്ട ശേഷം അടുത്ത ദിവസം രാവിലെ പ്യോങ്യാങ്, നോർത്ത് കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലെ ഇന്ത്യൻ അംബാസിഡർ കാണാനായിട്ട് അദ്ദേഹം ചെന്നു. അപ്പോൾ ഇന്ത്യൻ അംബാസിഡറും ഒരു രസികനായിരുന്നു. അപ്പോൾ യെച്ചൂരി വീട്ടിലേക്ക് കയറി വന്ന ഉടനെ അംബാസിഡർ പറഞ്ഞു, ദയവായി ഇവിടെ ഇരിക്കുക, ഞാൻ ആദ്യമായി തന്നെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വീട്ടിലെയും ഓഫീസിലെയും ഉള്ള എല്ലാ നോർത്ത് കൊറിയൻ സ്റ്റാഫിനെയും ഞാനിവിടെ വിളിച്ചു കൂട്ടാൻ പോവുകയാണ്. നിങ്ങളെ എനിക്കൊന്ന് അവരെ കാണിക്കണം. നിങ്ങളെ കാണിച്ചാൽ മാത്രം മതി, നിങ്ങൾ പ്രസംഗിക്കുകയൊന്നും വേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊന്നും വന്ന് കാണട്ടെ നിങ്ങളിവിടെ എംബസിയിൽ വന്നിരിക്കുന്നു, എൻ്റെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ യെച്ചൂരി നാച്ചുറലായിട്ട് ചോദിച്ചു, എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ പുള്ളി പറയുക, ഈ നോർത്ത് കൊറിയൻസിനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നിങ്ങൾ ഇന്നലെ ആ സുപ്രീം ലീഡറിനെ കണ്ടത് ടെലിവിഷനിൽ വന്ന് ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ സുപ്രീം ലീഡറെ കണ്ട ഒരാളെന്ത് അറിഞ്ഞാൽ
അത് കാരണം എനിക്കും കുറച്ചുകൂടെ ഗുണമുണ്ടാവും, എനിക്കും എന്തെങ്കിലും കുറച്ച് ബെറ്റർ സർവീസും ഫെസിലിറ്റീസും കിട്ടും, നമുക്കൊരു ഡീസൻറ്റ് ചായയെങ്കിലും അവരിൽ നിന്നും പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേരിൽ, അതുകൊണ്ട് എനിക്ക് ലോങ് ടൈം ഗുണമുണ്ടാകും എന്നുള്ളത് സീതാറാം യെച്ചൂരി പറഞ്ഞൊരു കഥയാണ്. അതുപോലെ യെച്ചൂരി ഒരിക്കൽ ചൈനയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ എസ്കോട്ട് ചെയ്ത ഒരു ചൈനീസ് ചെറുപ്പക്കാരനുണ്ടായിരുന്നു, പാർട്ടി പറഞ്ഞു വിട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചൈനയുടെ ഓപ്പൺ ഡോർ പോളിസിയും എക്കണോമിക് റിഫോംസും എല്ലാം ഊർജിതമായി ചൈനയെ ആ ഒരു വലിയ വൻപിച്ച സാമ്പത്തിക ശക്തി ആകുന്നതിലേക്കുള്ള ആ ഒരു പ്രയാണത്തിലുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ചൈനയുടെ ചെറുപ്പക്കാർക്ക് അന്ന് എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒരു ബിസിനസ്സുകാരനാവണം, ഒരുപാട് പണം ഉണ്ടാക്കണം എന്നുള്ളതാണ്. ബീജിങ്ങിലെല്ലാം ഉണ്ടായിരുന്ന ഭൂരിഭാഗം ചൈനക്കാരും ചൈനയുടെ സൗത്തിലുള്ള ഏറ്റവും എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഷെൻജൻ, ഏറ്റവും ആദ്യം ഓപ്പണിംഗ് അപ്പ് ഉണ്ടായിരുന്ന ഷെൻജനിലേക്കും അതുപോലെ തന്നെ ക്വാങ്ജോയിലേക്കും ചെന്ന് അവിടെ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുക, നോർത്തിലേക്ക് കൊണ്ടുവരിക, വിൽക്കുക, അങ്ങനെയൊക്കെ ചെറിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരായിരുന്നു. തുടങ്ങുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ടായിരുന്ന വലിയ മോഹം. അപ്പോൾ യെച്ചൂരി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്, ഒരു ചൈനീസ് ചെറുപ്പക്കാരൻ യെച്ചൂരിയോട് ചോദിച്ചു, നമുക്ക് ഇന്ത്യയുമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചോളം ഇത് അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ കളിയാക്കുന്നതിന് തുല്യമാണ്. അവരാരും ബിസിനസ് ചെയ്യുന്നതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല, അവർ പാർട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. ഒരു സാമൂഹിക വിപ്ലവം എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് നിരന്തരം ചിന്തിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്ന് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന് പറയുന്നതും യെച്ചൂരി ഒരു തമാശയായിട്ടാണ് കണ്ടിരുന്നത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതുപോലെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ഹർകിഷൻ സിംഗ് സുർജീത് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചൈനയിൽ വന്നിരുന്നു. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും എനിക്ക് അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ എന്ത് കഴിക്കും, എന്ത് ഫുഡാണ് താല്പര്യം എന്ന് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞത് ഇഡ്ഡലി. എനിക്ക് ഇഡ്ഡലിയാണ് ഏറ്റവും ഇഷ്ടം, പക്ഷേ ഒരേ ഒരു കാര്യം ഓർക്കുക, ഞാൻ 2 ഇഡ്ഡലിയെ കഴിക്കുകയുള്ളൂ, 2 ഇഡ്ഡലി കൂടുതൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അന്ന് അത് മനസ്സിലായില്ല. അദ്ദേഹം വീട്ടിൽ വന്നു, അദ്ദേഹത്തിന് കൃത്യം എക്സാക്ട് കണക്കിൽ 2 ഇഡ്ഡലി കൊടുത്തു. പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഭാഗമായി പല സമരങ്ങളിലും ഏർപ്പെട്ട് അദ്ദേഹത്തിന് സ്റ്റമക്കില്ല. അദ്ദേഹത്തിൻ്റെ ഫുഡ്, അദ്ദേഹത്തിന് ഇൻറ്റസ്റ്റൈൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് നേരെ ഇൻറ്റസ്റ്റൈനിൽ ചെന്ന് ഡൈജസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്റ്റമക്ക് അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് വളരെ ചുരുങ്ങിയ ഭക്ഷണമേ കഴിക്കാൻ പറ്റുള്ളൂ. ആ ചുരുങ്ങിയ ഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു ചൈനയിൽ വെച്ച്, ബെയ്ജിങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഇഡ്ഡലിയുടെ ഒരു ഭക്ഷണം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത്. ഞാൻ ബെയ്ജിങ്ങിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു ഏറ്റവും അൺയൂഷ്വലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന, ഒരിക്കൽ ഞാൻ ബെയ്ജിങ് നഗരത്തിൽ കൂടെ കാർ ഓടിച്ച് പോവുകയായിരുന്നു. നല്ല ട്രാഫിക്കുള്ള സമയമായിരുന്നു. അപ്പോൾ ഏതോ ഒരു ട്രാഫിക് ലൈറ്റിൽ നിന്നപ്പോൾ ആരോ എന്നെ ജനലിൽ വന്ന് തട്ടി വിരലുകൊണ്ട്, എന്നിട്ട് ആംഗ്യം കാണിച്ചു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ചൈനീസ് ആളായിരുന്നു, ചൈനീസ് പൗരനായിരുന്നു. അധികം പൊക്കമൊന്നുമില്ല, തടിയൊന്നുമില്ല, സാധാരണ ഷർട്ടും ട്രൗസറും ഇട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കാർ അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റി നിർത്താം, നിങ്ങൾ അവിടെ വരൂ, എന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ച് സംസാരിക്കാമെന്ന്. അപ്പോൾ ഞാൻ കാറ് മാറ്റി നിർത്തി ഇറങ്ങി. അവിടെ അടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ ചെന്നു. പുള്ളിയും അവിടെ വന്നു. പുള്ളിക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു, ബട്ട് എനിക്ക് ചൈനീസ് ഭാഷ അറിയാമെന്ന് പുള്ളി മനസ്സിലാക്കിയപ്പോൾ
കുറച്ചുകൂടെ സന്തോഷത്തോടു കൂടി കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിച്ച് തുടങ്ങി. എന്നാൽ പുള്ളി എന്നോട് പറഞ്ഞത് എന്നെ ആകെ അമ്പരിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തു. പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കാവശ്യമുള്ള ചില സീക്രറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് മാപ്സ് ഉണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് സീക്രറ്റ്, എന്ത് മാപ്പ്? അല്ല, നിങ്ങളൊരു ഇന്ത്യൻ ഡിപ്ലോമാറ്റ് അല്ലേ? നിങ്ങളുടെ കാറ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു ഇന്ത്യൻ ഡിപ്ലോമാറ്റാണ്. ഞാൻ ചൈനയുടെ ആർമിയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ ഇന്ത്യ ബോർഡർ സംബന്ധമായ ചില മാപ്സ് ഉണ്ട്. ഞാൻ അതിൻ്റെ കോപ്പീസ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഞാനാകെ അന്തം പെട്ടു. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനായ നയതന്ത്ര പ്രതിനിധിയായിരുന്നു. അപ്പോൾ ചൈനയിലേക്ക് ചെന്നതേ ഉള്ളൂ. മാത്രമല്ല, ചൈനീസ് ആൾക്കാരുമായി എല്ലാ ഇടപെടലും വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ളത് എൻ്റെ സീനിയേഴ്സും എൻ്റെ അംബാസഡറും ഡൽഹിയിൽ നിന്നും എല്ലാവരും പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. നമ്മൾ അവിടെയൊക്കെ അന്ന് ഈ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസീസിൻ്റെ ഒരുപാട് ബ്ലാക്ക് മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രോസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ചൈനയിൽ ഉണ്ടായി വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ മിനിസ്ട്രിയിൽ നിന്നും നമ്മുടെ സീനിയേഴ്സും എല്ലാവരും കോഷൻ ചെയ്യും, ഇതിലൊന്നും പോകരുത്, ഇതിൻ്റെ അടുത്തെങ്കിലും പോകരുത്, ബിക്കോസ് ഇതെല്ലാം ട്രാപ്സ് ആയിരിക്കും. ചിലപ്പോൾ ചൈനീസ് ഗവൺമെൻറ് മനഃപൂർവ്വം ആൾക്കാരെ വിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ, ഞാൻ നിങ്ങൾക്ക് ഇന്ത്യ ബോർഡറിൽ സംബന്ധമായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ മാപ്സ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അതാകെ തള്ളിക്കളയും. വേണ്ട, നിങ്ങൾ ഫ്രോഡാണ്, നിങ്ങൾ ഇതൊരു ട്രാപ്പാണ് എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് തിരിച്ച് റിപ്പോർട്ട് ചെയ്യട്ടെ, നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം നാളെ ഇതേ സമയം എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ അവിടെ നിന്ന് സ്ഥലം വിട്ട് നേരെ എംബസിയിൽ ചെന്ന് എൻ്റെ അംബാസഡറിനോട് റിപ്പോർട്ട് ചെയ്തു. അംബാസഡർ ആ സമയം പ്രധാനപ്പെട്ട ഓഫീസേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ നടത്തി. അപ്പോൾ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നത്, ഒരു കാരണവശാലും നമ്മൾ ഡിപ്ലോമാറ്റ്സ് ഇങ്ങനത്തെ ഒരു എക്സ്ചേഞ്ചിലോ ഇങ്ങനത്തെ ഒരു സംഭാഷണത്തിലോ പോകാൻ പാടില്ല. അത് പോവുക എന്ന് പറഞ്ഞത് വലിയ അപകടമാണ്. അതൊരു ട്രാപ്പാണെങ്കിൽ പിന്നെ അതൊരു സ്കാൻഡലായി മാറും. പത്രങ്ങളിൽ വരും, ഇന്ത്യയിൽ വരും, ചൈനയിൽ വരും, ഡിപ്ലോമാറ്റ്സിനെ എക്സ്പെൽ ചെയ്യും. അത് ഇന്ത്യ ചൈന ബന്ധങ്ങൾക്ക് തന്നെ കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു ക്രൈസിസായി മാറും. അതിന് ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. എന്നാൽ ഇങ്ങനെ ഒരു ഇത് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, വീണ്ടും അയാളെ കാണാൻ ഒരവസരമുണ്ട്. ഈ മാപ്പുകൾക്ക് ശരിയാണോ അയാളുടെ കയ്യിൽ മാപ്പ് ഉണ്ടെന്നുള്ളത്, ആ മാപ്പുകൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ, മിലിറ്ററി വാല്യൂയോ സ്ട്രാറ്റജിക് വാല്യൂയോ നമ്മുടെ അധികൃതർക്ക് എന്നുള്ളത് അറിയില്ല. എന്നാൽ അതൊക്കെ കൈകാര്യം ചെയ്യേണ്ട, അതൊക്കെ നോക്കേണ്ട ആൾക്കാരുണ്ട്, എല്ലാ എംബസികളിലും ഉണ്ട്. അവരെ ഏൽപ്പിക്കുക, ഇത് അവരുടെ ജോലിയാണ്. അവർ നാളെ ട്രാപ്പ് ചെയ്ത് വിട്ടാലും അവരുടെ ജോലിയുടെ ഒരു ഓക്യുപ്പേഷണൽ റിസ്ക്കാണത്. അതുകൊണ്ട് ഇതിൽ പ്രൊഫഷണൽ ഡിപ്ലോമാറ്റ്സായി ഫോറിൻ മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളും ഇടപെടരുത്. അല്ലാതെ മറ്റ് സർവീസിൽ നിന്നും വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നെ അത് എൻ്റെ കയ്യിൽ നിന്നും പോയി അടുത്ത ദിവസം എംബസിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കൊളീഗിനോടൊപ്പം ചെന്ന് ഇന്ന സ്ഥലമാണ്, ഇന്ന ആളാണെന്ന് കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ എനിക്കൊരു റോളില്ല. എൻ്റെ കൂടെ പോയ ആൾ അദ്ദേഹവുമായി സംഭാഷണം നടത്തി കടലാസുകൾ എന്തൊക്കെയോ കാണിച്ചു കൊടുത്തു പുള്ളിയെ. അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തീർച്ചയില്ല. പക്ഷേ എൻ്റെ ആ ഒരു നയതന്ത്ര ജീവിതത്തിലെ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചതും സർപ്രൈസ് ചെയ്തതുമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഈ ഒരു ചൈനീസ് ഗവൺമെൻറ് ഒഫീഷ്യൽ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം. എൻ്റെ ചൈന ജീവിതത്തിനിടയിൽ എനിക്ക് ചൈനയിൽ ഒരുപാട് യാത്ര ചെയ്യാൻ അവസരങ്ങളുണ്ടായിരുന്നു. ചൈനയുടെ പല ഭാഗങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു.
ഈ യാത്രയുടെ ഇടയിൽ പല നഗരങ്ങളിലും ഡിസ്ട്രിക്ട്സുമെല്ലാം കാണുമ്പോൾ അവിടുത്തെ ഒഫീഷ്യൽസ് നമുക്ക് വേണ്ടി വലിയ ഡിന്നറും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റും എല്ലാം ഒരുക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു രസവും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കണ്ടുപിടിച്ച ഒരു കാര്യം, ചൈനീസുകാർ ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ അവർക്കും കവിത വലിയ താല്പര്യമുള്ള ആൾക്കാരാണ്, അതുപോലെ പാട്ടുകൾ നല്ല താല്പര്യമുള്ള ആൾക്കാരാണ്. ആൻഡ് ഇന്ത്യയിൽ നിന്നും ടാഗോറിൻ്റെ കവിത അവരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല പരിചയമുണ്ട്. അവരെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ ടാഗോറിനെ കുറിച്ചും ടാഗോറിൻ്റെ കവിതയെക്കുറിച്ചും പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ അവർ ഇങ്ങോട്ട് കൂട്ടിയും ടാഗോർ ഇന്ത്യയിലെ പ്രശസ്തനായ കവി ടൈഗർ എന്നാണ് ചൈനീസ് ഭാഷയിൽ പറയുന്ന പുള്ളി എഴുതിയിട്ടുള്ള കവിതയുണ്ട്, നമുക്കറിയാവുന്നതാണ്, ഭയങ്കര സോഷ്യൽ കണ്ടൻറ്റുള്ള കവിതകളാണ് എന്ന് പറയും. പിന്നെ രാജ് കപൂർ റഷ്യയിലും സോവിയറ്റ് യൂണിയനിലും വളരെ പോപ്പുലർ ആയിരുന്നതുപോലെ ചൈനയിലും വളരെ പോപ്പുലർ ആയിരുന്നു. ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സിനിമയൊക്കെ ഒന്നും ചൈനയിൽ സ്ഥാനമില്ലായിരുന്നു, അവർ ഇമ്പോർട്ട് അവിടുത്തെ തിയേറ്റേഴ്സിൽ കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ബോളിവുഡ് സിനിമ മാത്രമാണ് ചൈനീസ് സിനിമ അല്ലാതെ ഒരു ഫോറിൻ സിനിമയായിട്ട് അവർക്കുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് രാജ് കപൂർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. എവിടെ ചെന്നാലും മേ ആവാര ഹൂം എന്ന പാട്ട് ഒന്നുകിൽ ബാൻഡ് പ്ലേ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ, പ്രത്യേകിച്ചും 1-2 ഡ്രിങ്ക്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ കൂട്ടമായിട്ട് പാടി തുടങ്ങും മേ ആവാര ഹൂം എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം. അപ്പോൾ ഇന്ത്യക്കാരെ ഗ്രീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മേ ആവാര ഹൂം എന്നുള്ളൊരു പാട്ട് പാടുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം നൂറി എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയിലെ പാട്ടുകളും അവിടെ വളരെ പോപ്പുലറായിരുന്നു. അതും പലരും നന്നായി അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർക്ക് ഈ ഫോറിനേഴ്സിന് അല്ലെങ്കിൽ ഗസ്റ്റിന് കള്ള് കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ചൈനീസ് ലിക്കർ എന്ന് പറയുന്നത് നല്ല ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ലിക്കറാണ്. ഒരു കഥ തന്നെ പറയുന്നത്, സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ ബന്ധങ്ങൾ മോശമാകുകയും മത്സരം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ചെയർമാൻ മാവോ പ്രത്യേകം പറഞ്ഞു, ചൈനയിലെ ഏറ്റവും നല്ല ചൈനീസ് ലിക്കർ റഷ്യയിലെ ഏറ്റവും നല്ല വോഡ്കയേക്കാൾ 2% കൂടുതൽ ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ റഷ്യക്കാരും ചൈനക്കാരും രണ്ടുപേരും നന്നായി കുടിക്കും. ചൈനയിൽ പ്രത്യേകിച്ചും അവരുടെ ആൽക്കഹോൾ, അവർക്ക് ഓരോ റീജിയനും സ്വന്തമായിട്ടുള്ള ആൽക്കഹോളുണ്ട്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൽക്കഹോളാണ്. സാധാരണ അത് കഴിച്ചാൽ തലവേദന ഉണ്ടാവാറില്ല, ഹാങ് ഓവർ ഉണ്ടാവാറില്ല, വലിയ മണമൊന്നും വരില്ല. അതുകൊണ്ട് നന്നായി ഡിസ്റ്റിൽ ചെയ്തുണ്ടാക്കുന്ന ചൈനീസ് ലിക്കറാണ്. റൈസ് അല്ലെങ്കിൽ മില്ലറ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് എല്ലാ ഡിന്നറിനും അവർ പലതരത്തിലുള്ള പല റീജിയണൽ വെറൈറ്റീസ് ഏതാണോ നോക്കിയിട്ട് ഈ ചൈനീസ് ലിക്കർ സെർവ് ചെയ്യും. അപ്പോൾ ചൈനീസ് ലിക്കർ സെർവ് ചെയ്തിട്ട് ഓരോ റൗണ്ട് ഇങ്ങനെ ഡിഷസ് കോഴ്സ് ബൈ കോഴ്സ് വന്നുകൊണ്ടേയിരിക്കും. ടേബിൾ നിറയെ ഫുഡായിരിക്കും. സാധാരണ റൗണ്ട് ടേബിൾസാണ്. പക്ഷേ ഓരോ ഡിഷ് വരുമ്പോഴും അവർ ഇപ്പോൾ നമുക്ക് വീണ്ടും കൻപേ ചെയ്യാം. കൻപേ എന്ന് പറയുന്നത് ബോട്ടംസ് അപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെയാണ്. ഡ്രൈ യുവർ ഗ്ലാസ് എന്നാണ് ചൈനീസിലർത്ഥം. അപ്പോൾ അത് മുഴുവൻ അങ്ങനെ തന്നെ നമ്മൾ തൊണ്ടയിലേക്ക് ഒഴിക്കണം എന്നാണ്, ടോസ് ഡൗൺ ചെയ്യണം. ചെറിയ കപ്സാണ്, പക്ഷേ ആൽക്കഹോൾ കണ്ടൻറ്റ് വലുതായതുകൊണ്ട് 2-3 പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ ആരും ഔട്ടാവും. അപ്പോൾ ഈ ഫോറിനേഴ്സിന് കള്ളു കുടിപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു പാസ് ടൈമാണ്. അവരുടെ ആരെങ്കിലും ഒരു ലീഡർ ഉണ്ടാവും, പുള്ളി പറയും ഇപ്പം നമുക്ക് കൻപേ എന്ന് പറഞ്ഞ് പുള്ളി കുടിക്കില്ല. ബാക്കിയുള്ള അവരുടെ കൂട്ടത്തിലുള്ള ചെറുപ്പക്കാരെ കൊണ്ട് കുടിപ്പിക്കും, ഫോറിനേഴ്സിനെ കൊണ്ട് കുടിപ്പിക്കും. അപ്പോൾ ഫോറിനേഴ്സിനെ കുടിപ്പിച്ച് വീഴത്തക്ക വിധത്തിലാക്കാൻ പറ്റുമോ എന്നുള്ളത് അവർക്കുള്ള ഒരു സ്പോർട്ടാണ്. പക്ഷെ അതേസമയം നമുക്ക് കുടിച്ച് നിലനിർത്താൻ സാധിക്കും, നമ്മളത് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. എത്ര കുടിച്ചാലും നമുക്ക് സോബർ ആയിട്ട് ഇരിക്കാൻ പറ്റും. സോബർ അല്ലെങ്കിൽ കൺട്രോൾ വിടാതെ നിൽക്കാൻ പറ്റുമെന്ന് കണ്ടാൽ അവർക്ക് ഭയങ്കര ബഹുമാനവുമാണ്. അതിന് അവർ പറയുന്നത് ചൈനീസ് ഭാഷയിൽ ഹൈലിയാങ് എന്നാണ്, കടലോളം കള്ളുകുടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരെന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഡിന്നറിനൊക്കെ പോകുമ്പോൾ ഇവരുടെ ഈ അവരുടെ ഹോസ്പിറ്റാലിറ്റി സ്വീകരിക്കുകയും അവരോടൊപ്പം വരുന്ന ചൈനീസ് ലിക്കർ കഴിക്കുകയും ചെയ്യുമ്പോൾ നന്നായി കള്ളുകുടിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഹെഡ് ടേബിളിൽ നിന്ന് അവരുടെ ഏറ്റവും വലിയ നേതാവ് ആരാണോ പുള്ളി വരും,
എന്നിട്ട് ഗ്രീറ്റ് ചെയ്യും. എന്നിട്ട് പുള്ളി പറയും, ഓ നീ നന്നായി കള്ളുടിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടു, എനിക്ക് അവിടെ വരെ ആ മെയിൻ ടേബിളിൽ വരെ വിവരം കിട്ടി, നിന്നോടൊപ്പം ഒരു ഡ്രിങ്ക് അടിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുവാണ് എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം നിന്ന് അവരും ഒരു ഡ്രിങ്ക് ഷെയർ ചെയ്തിട്ട് തിരിച്ചു പോകുക എന്നുള്ളത് ഒരു പതിവാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവർ നമ്മളോട് വലിയ കൗതുകത്തോട് ചോദിച്ചു, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യും, അദ്ദേഹത്തിന് എന്ത് സ്പോർട്ടിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ നരസിംഹറാവുവിനൊന്നും ഒരു സ്പോർട്ടിലും പ്രത്യേകിച്ച് താല്പര്യമില്ല, ഒരു സ്പോർട്ടും ചെയ്ത് അറിവ് പോലും ആർക്കുമില്ല. പൊതുവേ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരും ജവഹർലാൽ നെഹ്റു ഒക്കെ യോഗ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്നും പ്രൈം മിനിസ്റ്റർ മോദി ആണെങ്കിൽ യോഗ അല്ലാതെ എന്തെങ്കിലും സ്പോർട്ട് കളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അപ്പോൾ നരസിംഹറാവുവിൻ്റെ കാര്യത്തിൽ നമുക്ക് അവരോട് പറയേണ്ടി വന്നു, സോറി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് നോർമലി ഗോ ഫോർ മോർണിംഗ് വാക്സ്, he will walk around and do some exercise.